നമസ്കാരം. ഞാൻ ഡോക്ടർ അമ്പിളി, പീഡിയാട്രീഷ്യൻ, ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, കൊല്ലം ശങ്കേഴ്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മമാരറിയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് പ്രായത്തിൽ കുട്ടികൾക്ക് വരുന്ന വ്യത്യാസങ്ങളും അവരെ അത് എങ്ങനെ ശ്രദ്ധിച്ച് വളർത്തണം എന്നുള്ളതുമാണ് പറയുന്നത്. ഒരു വയസ്സ് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ രീതികൾ ആദ്യം ഈ കാഴ്ച, കേൾവി, ഇതൊക്കെ കുറച്ച് കേൾവി നോർമലാണെങ്കിൽ കാഴ്ച എല്ലാ വസ്തുക്കളും കാണാനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങൾക്കില്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വയസ്സ് 2 ഓരോ പ്രായത്തിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതിന് നമ്മൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എന്ന് പറയും. ഗ്രോത്ത് എന്ന് വെച്ചാൽ ശാരീരികമായ വളർച്ചയാണ്. അത് എല്ലാ പ്രാവശ്യവും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കുന്നത് അവരുടെ വെയിറ്റ്, ഹൈറ്റ്, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ച. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞ് 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നു. അത് എല്ലാവരെയും നോക്കിയൊരു ചിരി, അതിന് സോഷ്യൽ സ്മൈൽ എന്ന് പറയും. അത് കഴിയുമ്പോൾ 3-4 മാസം ആകുമ്പോഴത്തേക്ക് അറിയാവുന്ന ആളുകളെ കണ്ടാൽ മാത്രമേ കുട്ടി ചിരിക്കുകയുള്ളൂ. അത് സ്മൈൽ ഓഫ് റെക്കഗ്നിഷൻ. അതെല്ലാം മാനസികമായ വികാസം, അത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജ് എത്തുമ്പോൾ ഇപ്പോൾ 1 വയസ്സാകുമ്പോഴത്തേക്ക് നടക്കുന്നു, വാക്കുകൾ പറയാൻ തുടങ്ങുന്നു. അതാണ് അവരുടെ ആ ഒരു സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ഈ വികാസത്തിന് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ് നല്ലപോലെ വരുന്നത്. ഒരു അഡൽട്ട് ബ്രെയിനോടൊപ്പം ഉള്ള വളർച്ച ഒരു 2 വയസ്സാകുമ്പോഴത്തേക്ക് എത്തുന്നു. അപ്പോൾ ഈ സമയം കുട്ടികൾക്ക് എങ്ങനെ സംരക്ഷിക്കണം, അവരുടെ മാനസിക വളർച്ചയും കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പഴയ തലമുറ എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ സാധാരണഗതിയിൽ അമ്മമാർ നോക്കുന്നു, അവരോട് സംസാരിക്കുന്നു, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിനോട് സംവേദിക്കുന്നു, വെളിയിലൊക്കെ കൊണ്ടുവരുന്നു, കാഴ്ചകളൊക്കെ കാണിക്കുന്നു. 1 വയസ്സാകുമ്പോഴത്തേക്ക് അവർ ഇപ്പോൾ ഓരോ ഇലകളൊക്കെ പറിച്ചു കൊടുക്കുന്നു, പൂക്കളെയും കിളികളെയും ഒക്കെ കാണിച്ചുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ ഇപ്പം ജനിക്കുന്ന കുട്ടികൾക്ക് ഈ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന് പകരം എപ്പോഴും ഈ മീഡിയ, അതായത് മൊബൈൽ ഫോണുകളൊക്കെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു. അത് വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ, ഇപ്പോൾ 4 മാസമുള്ള കുഞ്ഞുങ്ങൾ, 5 മാസം, 1 വയസ്സ്, ഇങ്ങനെയുള്ള ആ ഏജ് ഗ്രൂപ്പിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പറ്റുന്നത് അവരുടെ ഡെവലപ്മെൻറ്റ് ഈ വലിയ ശബ്ദവും കളറും ഒക്കെ കാണുമ്പോൾ അതിലോട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന കുട്ടികൾ. അപ്പോൾ അതുവഴി മറ്റുള്ള സാമൂഹികമായിട്ടുള്ള വളർച്ച, മറ്റുള്ളവർ കാണുമ്പോൾ ചിരിക്കുക, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുക, അവർ വിളിക്കുമ്പോൾ നോക്കുക, അങ്ങനെയുള്ള സോഷ്യലൈസേഷൻ കുറവായിട്ടാണിപ്പോൾ കാണുന്നത്. നമ്മുടെ OP ഡിവിഷനിലായാലും വാർഡുകളിലായാലും കുഞ്ഞുങ്ങളെ നമ്മൾ വിളിച്ചാലുള്ള ശ്രദ്ധ അവർക്ക് കുറവാണ്. അതേസമയം മൊബൈൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയും അതുമായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആഹാരം കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം ഈ മൊബൈൽ ഫോണുകളെയാണ് ആശ്രയിക്കുന്നത്. കുട്ടികളെ അടക്കിയിരുത്താൻ പറ്റും. അപ്പോൾ ഇതുവഴി ഒരുപാട് ബിഹേവിയറൽ പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾക്ക് കാണുന്നുണ്ട്. പ്രധാനമായിട്ട് അവർ വിളിച്ചാൽ നമ്മളടുത്ത് വരത്തില്ല, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, ഓടി നടക്കുകയും കാര്യങ്ങൾ ചെയ്യും. ഒരു സ്ഥലത്ത് ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ 5 വയസ്സിനുള്ളിൽ 2-3 വയസ്സാകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് അവരത് മാറിയിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. സോഷ്യലൈസേഷൻ ഇല്ല, മറ്റു കുട്ടികളോട് ഒത്തു കളിക്കുന്നില്ല, ഒരേ കാര്യത്തിൽ ശ്രദ്ധിച്ച് പ്രധാനമായിട്ടും ഈ മൊബൈൽ, കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലും ടെലിവിഷനും എല്ലാം അവരുടെ ശ്രദ്ധ അങ്ങനെയാണ്. അതിൽ കാണുന്ന അനിമേഷൻസ്, അവരുടെ സംസാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മീഡിയ ഈ കാണുന്നതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാണ് കുട്ടികൾ പോകുന്നത്. അത് അവരുടെ സമഗ്രമായ വളർച്ചയെ തീർച്ചയായിട്ടും ബാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾ നമ്മുടെ OP ഡിവിഷനിൽ വന്നിരിക്കുമ്പോൾ അവർ അസുഖമായിട്ടായിരിക്കും വരുന്നത്. ചുമ, പനി, ഇതൊക്കെ ചോദിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ മുഖത്തിൻ്റെ അതിൻ്റെ അപ്പിയറൻസും അവരുടെ മാനറിസംസും അവരുടെ സംസാരവും എല്ലാം ഈ TV-യിൽ കാണുന്ന ഈ അനിമേഷൻ സീരീസൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ അതിനകത്തുള്ള ആനിമൽസിൻ്റെ കണക്ക് അവരുടെ മുഖം കൊണ്ടുള്ള ഗോഷ്ഠികളും സംസാരത്തിനും അതേ രീതിയും അതേ ആക്സെൻ്റ്. അപ്പോൾ ഒരു കുഞ്ഞ് വന്ന് നമ്മുടെ അടുത്തിരിക്കുമ്പം ഇവൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു 5 മിനിറ്റ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉടനെ നമുക്ക് ചോദിക്കാം, അതിൽ കൊച്ചു TV ആണോ കാണുന്നത്, എന്താ കാണുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത്രയും വ്യത്യാസം പഴയ
കാലത്തെ 5 വയസ്സുകാരനും ഇപ്പോൾ വരുന്ന 5 വയസ്സുകാരനും തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നൊരു വിഭാഗമുണ്ട്. അവിടെ ഇത്രയുള്ള ബിഹേവിയറൽ അബ്നോർമാലിറ്റിയും ഒക്കെയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള പലതരം തെറാപ്പികളുമുണ്ട്. അപ്പോൾ അതുവഴി ഈ കാര്യങ്ങൾ, ഈ ബിഹേവിയറൽ പ്രോബ്ലവും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ ഏർലി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് പോകാതെ ഇതിന് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികൾ സാധാരണ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനൊത്ത് ജീവിക്കാനും പ്രകൃതിയെ ഇഷ്ടപ്പെടാനും ബാക്കിയുള്ള സുഹൃത്തുക്കളെയും സമൂഹത്തെയും എല്ലാം ശ്രദ്ധിക്കാനും അവരുടെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനും എല്ലാം നമുക്ക് പറ്റണം. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കാനുള്ളത് ഈ മീഡിയ, ഇപ്പോൾ ഇതെല്ലാം നല്ലതാണ്. മൊബൈൽ ഫോൺ നമുക്ക് വളരെ ഉപയോഗം, ടെലിവിഷൻ നമ്മൾ കാണേണ്ടതൊക്കെ കാണാം. അപ്പോൾ അവർക്കൊരു പ്രായം എത്തുന്നത് വരെ അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടല്ലോ. അപ്പോൾ മാത്രം ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അവരത് ഉപയോഗിച്ച് പഠിക്കട്ടെ. അല്ലാതെ ഈ 1 വയസ്സിനും ഒരു 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇതിൻ്റെ അമിത ഉപയോഗം തീർച്ചയായിട്ടും അമ്മമാർ ശ്രമിച്ചാൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.